വിനോദസഞ്ചാരിയായ യുവതി നേരിട്ട ദുരനുഭവം സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയാണ്. മാധ്യമങ്ങളിലുമൊക്കെയും വലിയ ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഈ സംഭവത്തിനൊക്കെ പിന്നാലെ ചർച്ചകൾ വലിയ രീതിയിൽ പുരോഗമിച്ചതിന് പിന്നാലെ ഈ പെൺകുട്ടി ദുരനുഭവം നേരിട്ട സംഭവത്തിൽ 2 പ്രതികൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. മൂന്നാർ സ്വദേശികളായ വിനായകൻ, വിജയകുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. കേസിൽ ഒരാളെ കൂടി പിടികൂടാനുമുണ്ട്. ആൽവിൻ തോമസ് ഇവരുമായിട്ട് ചേർന്നു. ആൽവിൻ, കുറച്ച് മുൻപാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട 2 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വന്നത്. തൊട്ടു പിന്നാലെ പ്രതികളും പിടിയിലായിട്ടുണ്ട്. വിവരങ്ങൾ എങ്ങനെ? മുംബൈയിൽ നിന്നെത്തിയ യുവതിക്ക് മൂന്നാറിലുണ്ടായ ഒരു ദുരനുഭവത്തില് ഇപ്പോൾ ആ സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു മൂന്നാർ പോലീസ്. അതേ തുടർന്ന് ഇപ്പോൾ രണ്ടുപേരെയാണ് അറസ്റ്റ് ചെയ്തത്. മൂന്നാർ സ്വദേശികളായ വിനായകൻ, വിജയകുമാർ, ഇവർ ഇരുവരും ടാക്സി ഡ്രൈവർമാരാണ്. മൂന്നാറിലുള്ള ടാക്സി ഡ്രൈവർമാരാണ്. ഇവരെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പക്ഷേ ഇവരുടെ മേൽ ചാർത്തപ്പെട്ട വകുപ്പുകൾ ഇവർക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഇതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം എന്നുള്ളതാണ്. ഒരാളെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കൂടുതൽ മൊഴിയെടുപ്പ് പോലീസ് ഈ യുവതിയിൽ നിന്ന് നടത്തും. അതിനുശേഷം കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിനിടെ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് ജില്ലാ പോലീസ് മേധാവി നടപടി സ്വീകരിച്ചിരുന്നു. മൂന്നാർ പോലീസ് സ്റ്റേഷനിലെ ASI സാജു പൗലോസ്, അതോടൊപ്പം തന്നെ ഗ്രേഡ് SI ജോർജ് കുര്യൻ എന്നിവർക്കെതിരെ സസ്പെൻഷൻ നടപടിയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ യുവതി പരാതി പറഞ്ഞപ്പോൾ ആ സ്ഥലത്തെത്തി യുവതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അവർ ടാക്സി ഡ്രൈവർമാർക്കൊപ്പം നിന്ന് കൃത്യവിലോപം നടത്തി എന്നുള്ളതായിരുന്നു. ആ കുറ്റം കണ്ടെടുത്താണ് ഇത്തരത്തിലുള്ള നടപടി ഉണ്ടായത്. അതേ തുടർന്ന് ഇപ്പോൾ 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അവരെ വിട്ടയച്ചിരിക്കുകയാണ്. മൂന്നാമത് ഒരാളെ കൂടി ലഭിക്കാനുണ്ട് എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ചെയ്തു. ഓക്കെ ആൽവിൻ, ശരി. കേരളത്തിനാകെ ആകെ ഒരു നാണക്കേടുണ്ടാക്കിയ സംഭവം കൂടിയായിരുന്നു ഇതല്ലേ? നമ്മുടെ നാട്ടിലേക്ക് ഈ ഒരു വിനോദസഞ്ചാരിയായിട്ട് ഒരു പെൺകുട്ടി, മറ്റൊരു സംസ്ഥാനത്ത് നിന്നൊരു പെൺകുട്ടി വരുന്നു. ഇവിടെ വന്നതിന് ശേഷം അതിനൊരു ദുരനുഭവം നേരിടുന്നു. പിന്നീട് ആ കുട്ടി അത് സോഷ്യൽ മീഡിയയിൽ ഗതികെട്ടത് പറയേണ്ടി വരുന്നു. പറഞ്ഞ് പരാതിപ്പെട്ടിട്ടും അതിൽ പോലീസ് നടപടിയെടുക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പിന്നീട് ഇത് വലിയ ചർച്ചയൊക്കെ ആയതിനു ശേഷം പോലീസുകാർക്കും സസ്പെൻഷനായി. ഇപ്പോൾ തൊട്ട് പിന്നാലെ കേസ് രജിസ്റ്റർ ചെയ്തു. 2 പേർ പിടിയിലുമായി. എന്തൊക്കെയാണല്ലേ സംഭവിക്കുന്ന കാര്യങ്ങൾ?